15,000-ഓളം ഏക്കർ കോൾ നിലങ്ങളിലെ നെൽകൃഷി വരണ്ടുണങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത്. 30-40 ദിവസം വളർച്ചയെത്തിയ ആയിരക്കണക്കിന് ഏക്കറിലെ നെൽച്ചെടികളാണ് വെള്ളമില്ലാതെ നശിക്കുന്നത്. പാടശേഖരങ്ങളിലേക്ക് ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതാണ് കൃഷി നാശോന്മുഖമാകാൻ കാരണമെന്നും അടിയന്തരമായി പാടശേഖരങ്ങളിൽ വെള്ളമെത്തിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ഏക്കറിലെ കൃഷി നശിക്കുമെന്നും കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ് TCVയോട് പറഞ്ഞു. വിവിധ പ്രായത്തിലുള്ള ഈ നെല്ലിന് വെള്ളം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിമ്മിനിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആ വെള്ളം സമയത്തിന് തുറന്നു വിട്ട് കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഈ ഓഫീസിൽ വന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഈ പ്രതിഷേധം അറിയിച്ചത്. വെള്ളം ഏറ്റവും വേഗത്തിൽ ചിമ്മിനിയിൽ നിന്ന് തുറന്നു വിട്ട് പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ കോൾ മേഖല, വടക്കൻ മേഖല ഇപ്പോൾ പൂർണ്ണമായിട്ട് അപകടത്തിലാണ്. നെമാവ് റെഗുലേറ്ററിൻ്റെ പരിസര പ്രദേശത്തുള്ള പടവുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. അവിടെ കനാലിൽ നിന്ന് ഈ ഉപ്പുവെള്ളം കിടക്കുകയാണ്. ഏറ്റത്തിനും ഇറക്കത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ ഈ കോൾ മേഖലയിൽ വെള്ളം ഉയർന്നു നിൽക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവിടെയുള്ളവരൊക്കെ ആകെ പ്രയാസത്തിലാണ്. ഉപരോധത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ ചിമ്മിണി ഡാമിൽ നിന്ന് കൂടുതൽ അളവിൽ വെള്ളം തുറന്നുവിട്ട് കോൾ നിലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാമെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സിനി കർഷകർക്ക് ഉറപ്പ് നൽകിയപ്പോഴാണ് കർഷകർ ഉപരോധം അവസാനിപ്പിച്ചത്. കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ്, അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ, ഗോപിനാഥൻ കോളങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. TCV തൃശൂർ.